കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ജില്ല ഏത്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ നിങ്ങൾ PSC പരീക്ഷയിൽ നേരിട്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഇതിന് എളുപ്പമാർഗമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വെൽക്കം ടു ദി വീഡിയോ ഓഫ് സ്കൂൾ 5. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ 14 ജില്ലകളിൽ ഓരോ ജില്ലയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ തുടക്കം കുറിക്കുന്നത് നമ്മുടെ സംസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തു നിന്നാണ്. കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം. പ്രതിമകളുടെ നഗരം എന്ന് വിശേഷണമുള്ള ജില്ല തിരുവനന്തപുരം. പ്രാചീന കാലത്ത് സ്യാനന്തൂരപുരം എന്നറിയപ്പെട്ടിരുന്നത് തിരുവനന്തപുരം. കേരളത്തിലെ ജനസംഖ്യ കൂടുതലുള്ള രണ്ടാമത്തെ ജില്ല അതും തിരുവനന്തപുരം തന്നെ. കേരളത്തിലെ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ തിരുവനന്തപുരം. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരം. തെക്കൻ കേരളത്തിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന പട്ടണം തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം. കേരളത്തിലെ നെയ്ത്ത് പട്ടണം ബാലരാമപുരം. തിരുവനന്തപുരം ജില്ല നിലവിൽ വന്നത് 1949 ജൂലൈ 1. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് വേങ്ങാനൂർ. തിരുവനന്തപുരം കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം 1940. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദി വാമനപുരം. കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ബില്ലിംഗ് നിലവിൽ വന്ന ട്രഷറി കാട്ടാക്കട. തിരുവനന്തപുരത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ശൗചാലയ പഞ്ചായത്ത് അതിയന്നൂർ. തിരുവനന്തപുരത്തെ ആദ്യത്തെ ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രം നെയ്യാർ ഡാം. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി നെയ്യാർ. തിരുവനന്തപുരം ജില്ലയിലെ ഉയരം കൂടിയ കൊടുമുടി അഗസ്ത്യമല. തെക്കേ അറ്റത്ത് ശുദ്ധജല തടാകം വെള്ളായണിക്കായൽ. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടം. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് വെള്ളനാട്. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം വിഴിഞ്ഞം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ IT പാർക്ക് തിരുവനന്തപുരം കഴക്കൂട്ടത്തെ ടെക്നോ പാർക്ക്. തിരുവനന്തപുരം റേഡിയോ നിലയം ഓൾ ഇന്ത്യ റേഡിയോ ഏറ്റെടുത്ത വർഷം 1950. കേരളത്തിലെ ആദ്യത്തെ അക്വാട്ടിക് സമുച്ചയം പിരപ്പൻകോട്. കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് ആക്കുളം. തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയായി നാമകരണം ചെയ്യപ്പെട്ട വർഷം 1957. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രം. കേരളത്തിലെ ആദ്യത്തെ മെട്രോ നഗരം തിരുവനന്തപുരം. ഉള്ളൂർ സ്മാരക സ്ഥിതി ചെയ്യുന്നത് എവിടെ? ജഗതി. കുമാരനാശാന്റെ ജന്മസ്ഥലം കായിക്കര. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള മാർബിൾ മന്ദിരം ലോട്ടസ് ടെമ്പിൾ ശാന്തിഗിരി. ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി സ്ഥലം ശിവഗിരി. വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ എവിടെയാണ്? തുമ്പ. ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം എവിടെയാണ്? നെടുമങ്ങാട്. കേന്ദ്ര കിഴങ്ങു വിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം. Do subscribe, share and like this video for more videos. Do